അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഇവിടെ കിട്ടുന്ന അതായത് കംപ്ലൈന്റ് കൊടുക്കുന്നതിന്റെ ആ ഒരു സംഭവം ഒന്നും പുരുഷന്മാർക്ക് ഡിവോഴ്സ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയും നിയമത്തിന് മുകളിലുമല്ല, അവര് നിയമത്തിന് താഴെയുമല്ല. എല്ലാവരും ഈക്വൽ ആണ് നിയമത്തിന്റെ മുന്നിൽ. 1000 കുറ്റവാളികളെ ശിക്ഷിച്ചാൽ ഒരു നിരപരാധി ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. ഒരു പോക്സോ മാറ്റർ വരുമ്പോൾ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ 161 സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാമോ? ലൈസൻസ് ഓഫീസറുടെ മുമ്പിൽ പറയുന്ന മൊഴിയാണ് 161 സ്റ്റേറ്റ്മെന്റ്. തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിനെ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് അവരും കുറ്റക്കാരൻ തന്നെയാണല്ലോ. അപ്പൊ അവർക്കെതിരെ മൂവ് ചെയ്യാനുള്ള നടപടികളും ഉണ്ട്, നമുക്ക് അതിനുള്ള പ്രൊസീജിയർ ഉണ്ട്. അതെന്താന്നുള്ളത് അപ്പം ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പരാതി കൊടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു മാറ്ററിലാണല്ലോ നമ്മുടെ രാഹുൽ ഈശ്വറിനെയും കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിന്റെ മാറ്റർ റണ്ണിങ് ആണ്. അപ്പം ഒരു സ്ത്രീക്ക് ഭർത്താവിനെതിരെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് മെയിന്റനൻസിന്റെ കാര്യത്തിലാണ്. ഭാര്യയ്ക്കും അവൾക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ളത്. രണ്ടാമത്തത് ഗോൾഡും കാര്യങ്ങളും, ഗോൾഡ് ഓർണമെന്റ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ പ്രോപ്പർട്ടി, അതൊക്കെ ഇനിയിപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുന്നതാണെങ്കിൽ എവിക്ട് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഫിസിക്കലി മെന്റലി ഉപദ്രവിക്കരുത്, അടുത്ത് വരരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവർക്കൊരു ഇന്ററിം ഓർഡർ കോടതിയിൽ നിന്ന് കിട്ടും, ഒരു താൽക്കാലിക ആശ്വാസം അവർക്ക് കിട്ടും, ഇങ്ങനെയൊന്നും ആകരുതെന്ന് പറഞ്ഞിട്ട്. പിന്നീടാണ് നമുക്ക് നോട്ടീസ് വന്ന് നമ്മൾ അതിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കൗണ്ടർ എലിഗേഷനിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും അവിടെയാണ് നമ്മൾക്ക് എന്ത് പറയണം എന്നുള്ളത് ഇരിക്കുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ അത് നമ്മൾ കോടതിയിൽ എഫിഡവിറ്റ് ഫയൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റെസ്പോണ്ടന്റിന്, അതായത് അവരുടെ എവിഡൻസ് ക്രോസ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് ആ ഒരു എവിഡൻസ് സ്റ്റേജില് റെസ്പോണ്ടന്റിന് കിട്ടുന്ന ഒരു സമയമുണ്ട്. അവര് നമ്മുടെ രീതി, നമുക്ക് ഭർത്താവിന് എന്തൊക്കെ പറയാനുള്ളതെന്നുള്ള ഒരു സമയമാണ്. കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ വേണ്ടതെല്ലാം പറയുക. സംസാരിച്ചു കഴിഞ്ഞിട്ട് കോടതി ഒരു ഫൈനൽ ഓർഡർ കിട്ടും. അപ്പോഴേക്കും കോടതിക്ക് മനസ്സിലാവും ഇതിൽ എന്താ നടന്നതെന്നുള്ളത്, ഇത് വ്യാജമാണോ സത്യമാണോ എന്നുള്ളത്. ഡി വി പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള കേസുകളും ഉണ്ട്, ഫേക്ക് കേസുകളും ഉണ്ട്. അപ്പൊ ഈ സിൻസിയർ ആയിട്ടുള്ള ഈ കേസുകൾക്ക് ഒരു മൂല്യവും കൽപ്പിക്കാത്ത പോലെ ആകുന്നില്ലേ ഈ ഫേക്ക് കംപ്ലൈന്റ്സ് കൂടെ നിറഞ്ഞിരിക്കുമ്പോൾ? ഫാമിലി കോടതിയിൽ പോകാനാണ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ അവിടുന്ന് ഫാമിലി കോടതിയിലേക്ക് പോകാനാണ് പറയുന്നത്. നമുക്ക് അവിടെ ഫയൽ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള എന്താന്നുള്ളത് നമുക്ക് കിട്ടും, അതിനനുസരിച്ച് കിട്ടും. അപ്പം പൊതുവെ ഡി വി കേസുകളൊക്കെ അത് വിത്തൗട്ട് എനി എന്താ പറയാ, ഒരു ആരും ഹോൾഡ് ചെയ്യാൻ വേണ്ടി നോക്കൂല. അതിന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, നാളെ എന്തെങ്കിലും ഇതിന്റെ രീതിയിൽ വളരെ ഇമോഷണൽ സാധനമാണ് ഡി വി എന്ന് പറയുന്നത്. അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ പൊതുവെ അത് എടുത്ത് അത് അപ്പൊ തന്നെ ഒന്ന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇൻ കേസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളതിന്റെ ഇപ്പം FIR എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു കംപ്ലൈന്റ് നമ്മൾ ഫയൽ ചെയ്യുമ്പം അവിടെ നിന്നുള്ള ഓർഡർ കിട്ടും, FIR എടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടുള്ള ഓർഡർ കിട്ടും. ഇപ്പൊ ഈ ഡിവോഴ്സ്, ഡൊമസ്റ്റിക് വയലൻസ് അല്ലാതെ ഡിവോഴ്സ് നമ്മൾ കൊടുക്കുക, ആണുങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലും ഇതേ ഇപ്പൊ പെൺകുട്ടികൾ എന്താണോ ആണുങ്ങളിൽ നിന്ന് അബ്യൂസ് കിട്ടുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ചും കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ട് പീഡിപ്പിച്ചില്ലെങ്കിലും മാനസികമായിട്ട് വളരെ ട്രോമാസ് കൊടുക്കുന്ന ഭാര്യമാർ ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു ഡിവോഴ്സ് ആയിട്ട് പോകാനേ നമുക്ക് പറ്റത്തുള്ളൂ. വേറെ ഒരു കംപ്ലൈന്റ് ആയിട്ട് നമുക്കതിപ്പോ അവര് അനുഭവിച്ച എന്തൊക്കെ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഒരു അവരുടെ തന്നെ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പൊ ശരണി എന്നോട് സംസാരിക്കുമ്പോൾ ഒരു മാറ്ററിനെ കുറിച്ച് പറയുമ്പം എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെ ഉണ്ടാകും, എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാകും എനിക്ക് കിട്ടും. പക്ഷെ അത് നിങ്ങൾ വിചാരിക്കും അതായിരിക്കില്ല, നിങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, നിങ്ങൾ പറഞ്ഞ ആ ഒരു പോയിന്റ് ആയിരിക്കും എനിക്ക് വേണ്ടത്, അത് മൊത്തത്തിൽ അതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഡിവോഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഡിവോഴ്സ് തന്നെ 2 തരത്തിലുണ്ട്. ഒരു മ്യൂച്വൽ ഡിവോഴ്സ് ഉണ്ട്, അല്ലാതെ കേസായിട്ട് ജോയിന്റ് പെറ്റീഷൻ ഉണ്ട്, അല്ലാതെ കേസായിട്ട് പോകാനുള്ളതും ഉണ്ട്. അപ്പം ജോയിന്റ് പെറ്റീഷൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 3 to 6 months നമുക്ക് പെട്ടെന്ന് അത് ഡിവോഴ്സിനുള്ള ഇത് കിട്ടും. അതിനുള്ള കുറെ ഇതുണ്ട്, മീൻസ് എസെൻഷ്യൽസ് ഉണ്ട്, എന്തൊക്കെയാണ് അതിനുള്ള വേണ്ടതെന്നുള്ളത്. അതൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ കേസിനായിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് അതിനെ കൗണ്ടർ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഇവിടെ കിട്ടുന്ന അതായത് കംപ്ലൈന്റ് കൊടുക്കുന്നതിന്റെ ആ ഒരു സംഭവം ഒന്നും പുരുഷന്മാർക്ക് ഡിവോഴ്സ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളത്.
പുരുഷന് മീൻസ് ഒരു പുരുഷവർഗത്തിന് തന്നെ നമ്മളിപ്പോ ഇന്ത്യൻ നിയമങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് പറയുന്നത് കുറെ എന്താ എൻഷുർ ഫെയർ ട്രയൽ അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ. ഞാൻ സംസാരിച്ചിട്ടുണ്ട് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ താഴെയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയും നിയമത്തിന് മുകളിലുമല്ല, അവര് നിയമത്തിന് താഴെയുമല്ല. എല്ലാവരും ഈക്വൽ ആണ് നിയമത്തിന്റെ മുന്നിൽ. അത് പ്രസിഡന്റ് ആയിക്കോട്ടെ, അല്ലാതെ ഒരു പോലീസുകാരനായിക്കോട്ടെ, അല്ലാതെ ഒരു സാധാരണക്കാരനായിക്കോട്ടെ, എത്ര വലിയ ആളുകളാണെങ്കിലും നിയമത്തിന് കീഴിലാണ് എല്ലാവരും ഉള്ളത്. എല്ലാവരും തുല്യരാണ്. അപ്പം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് പ്രൂവ് ചെയ്യാം. അത് എത്ര എക്സ്റ്റെന്റിൽ പോയാലും നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ നമ്മൾക്കുണ്ട്. നമ്മൾക്ക് അങ്ങനെ കോഡിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ലോകത്തിലെ തന്നെ. അപ്പോ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്കുണ്ട്. പക്ഷെ വിക്ടിംസിന് അത് കിട്ടുമ്പം അവർക്കൊരു റെമഡി വിക്ടിംസിന് കിട്ടുമ്പോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള റിലീഫ് കിട്ടുമ്പം ഈ ഫേക്ക് കംപ്ലൈന്റിൽ പെട്ടിരിക്കുന്ന അക്യൂസ്ഡിന് അല്ലെങ്കിൽ ഒരു പ്രതിക്ക്, അയാൾ പ്രതി ആയിരിക്കൂല, പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്നത് മീൻസ് അതിനെ ഫെയർ ട്രയലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾക്ക് അതിനെ നിയമവ്യവസ്ഥയുടെ അനുസരിച്ച് നമ്മൾക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 1000 കുറ്റവാളികളെ ശിക്ഷിച്ചാൽ ഒരു നിരപരാധി ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. അപ്പൊ അവൻ നിരപരാധിയാണെന്നുള്ള അവന് ഉറപ്പുണ്ടെങ്കിൽ അവൻ അതിനുള്ള താക്കോൽ അവന്റെ കയ്യിലുണ്ട്. അത് ഏത് വിധേനയും ഊരിയെടുക്കാനുള്ള ഇത് അവന്റെ കയ്യിലുണ്ട്. അവര് സംസാരിക്കണം. അവർ ഓപ്പൺ ആയിട്ട് ലീഗൽ പ്രാക്ടീഷണറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് സംസാരിക്കണം. അപ്പൊ നമ്മൾ വേണ്ട വിധത്തിലുള്ള റെമഡി അവർക്ക് കിട്ടും. ഒരു പോക്സോ മാറ്റർ വരുമ്പോൾ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അത് ഒരു വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, മൂന്നാമത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഈ 3 കാര്യങ്ങളെ വെച്ചിട്ടാണ് ഒരു പോക്സോ മാറ്ററിന്റെ കേസ് ഇരിക്കുന്നത്. അപ്പം ഈ മാറ്റേഴ്സിനെ കൃത്യമായിട്ടുള്ള നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫൻസ് ഇതിൽ തന്നെയുള്ള മൊഴികളിൽ വന്നിരിക്കുന്ന കോൺട്രഡിക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പൊ ഡോക്ടർ സംസാരിക്കുന്നതും അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പരാതി ഒരു കുട്ടി ഉന്നയിക്കുകയാണെങ്കിൽ അതൊന്നെങ്കിൽ അവർ അധ്യാപകരുടെ അടുത്ത് അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്താണ് പരാതി പോകുന്നത്. അപ്പോൾ ഒരു അധ്യാപകന്റെ അടുത്ത് പറയുവാണെങ്കിൽ അത് സ്ട്രെയിറ്റ് അവർക്ക് CWCയിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അങ്ങോട്ടേക്ക് പരാതി കൊടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും പോലീസ് സ്റ്റേഷനിലും പരാതിപ്പെടാൻ വേണ്ടി പറ്റും. രണ്ടാമത്തത് അവര് ഒരു പാരന്റ്സിന്റെ അടുത്താണ് പറയുന്നതെങ്കിൽ അത് അപ്പൊ തന്നെ അവർ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള അതൊക്കെ ഉടനെ തന്നെ ഇതാകുന്നതാണ്. പോക്സോ മാറ്റേഴ്സ് വിത്തിൻ 90 days പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിരിക്കണം എന്നാണ്. അപ്പം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ അടുത്തേക്കാണ് അത് പോകുന്നത്. ഇപ്പൊ CI എന്നൊക്കെ പറയുക, ഒരു സ്ഥാനത്തിരിക്കുന്നവരുടെ അടുത്തേക്കാണ് ഇങ്ങനത്തെ മാറ്റേഴ്സ് പോകുന്നത്. കുട്ടി മൊഴി കൊടുക്കുന്നത് അപ്പം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യും ലൈസൻസ് ഓഫീസറുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ലൈസൻസ് ഓഫീസറുടെ അടുത്ത് നിന്നാണ് നമ്മൾ മൊഴി കൊടുക്കുന്നത്, വിക്ടിമായിട്ടിരിക്കുന്ന കുട്ടി മൊഴി കൊടുക്കുന്നത്. ലൈസൻസ് ഓഫീസർ ഒന്നുകിൽ അല്ലെങ്കിൽ ലേഡി ഓഫീസർ. പിന്നെ അതിനുശേഷമാണ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കുട്ടിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മൊഴി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വിക്ടിമിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ മജിസ്ട്രേറ്റ് ഡയറക്റ്റ് ചെയ്യും. അവിടുന്ന് തന്നെ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി പോകണം. അപ്പം ആൺകുട്ടികളെ തൊട്ടാൽ നമ്മൾക്ക് അതൊക്കെ എന്തെങ്കിലും ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇനി അത് നിർബന്ധം ഇല്ലാന്നുകൊണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ തന്നെ ശിക്ഷ തന്നെ ഉള്ളതാണ്. ഇതിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓക്കെ ഇത്രേ ഉള്ളൂ. പെൺകുട്ടികൾക്കാണെങ്കിൽ ഹൈമൺ ചെക്ക് ചെയ്യും, അത് കറക്റ്റ് ഇൻടാക്ട് ആണോ എന്നുള്ളത് നോക്കും. ഇനി അങ്ങനെ അല്ലെങ്കിലും അവരൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വിക്ടിം പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് അത് നടപടിയെടുക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് 161 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യും. ഈ 161 സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാമോ? ലൈസൻസ് ഓഫീസറുടെ മുമ്പിൽ പറയുന്ന മൊഴിയാണ് 161 സ്റ്റേറ്റ്മെന്റ്. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പറയുന്ന മൊഴിയാണ് 164 സ്റ്റേറ്റ്മെന്റ്. ഇത് 3 FIS. ഈ 161 സ്റ്റേറ്റ്മെന്റ്, 164 സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലെ കോൺട്രഡിക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾക്ക് ഡിഫൻസ് ഉള്ളത്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇതില് വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു പോക്സോ കേസിൽ വരുന്നത് എല്ലാം ഹിയർസേ വിറ്റ്നസ് ആണ്. ആരും അത് കണ്ട വിറ്റ്നസ് അല്ല ഉള്ളത്. എല്ലാവരും അങ്ങനെ ഇന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൃത്യമായിട്ടുള്ള എലബൈയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഊരിയെടുക്കാവുന്നതാണ്. ഒരു പോലീസ് ഓഫീസറുടെ ഇതാണ് ഇദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത്. അതില്ലാത്ത പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വരുന്ന വീഴ്ച കൊണ്ട് ആണ് ഒരു നിരപരാധി അവിടെ കുറ്റക്കാരനാകുന്നത്. അപ്പൊ അവരും തുല്യരായിട്ടുള്ള കുറ്റവാളികളാണ്. തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിനെ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് അവരും കുറ്റക്കാരൻ തന്നെയാണല്ലോ. അപ്പൊ അവർക്കെതിരെ മൂവ് ചെയ്യാനുള്ള നടപടികളും ഉണ്ട്. നമുക്ക് അതിനുള്ള പ്രൊസീജിയർ ഉണ്ട്. പിന്നെ മൊത്തത്തിലൊരു ചുരുക്കത്തിൽ പറഞ്ഞാല് പോക്സോ ഡിഫൻസ് വളരെ ഹാർഡാണ് അതൊന്ന് ബ്രേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഇപ്പം കേരളത്തിൽ തന്നെ ഒരു 4-5 കേസുകളെ വന്നിട്ടുള്ളൂ. പോക്സോ കേസുകൾ മീൻസ് പോക്സോ കേസുകളിൽ നിരപരാധികളാണെന്ന് തെളിയിച്ചിട്ടുള്ള കേസുകൾ വളരെ കുറവാണ്. അപ്പൊ ആ മാറ്റേഴ്സിൽ അതിലുള്ളതെന്ന് പറഞ്ഞാല് വിക്ടിം പറയണം ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കുട്ടികള് ഇങ്ങനെയൊരു ആക്ടില് ഒരു വാച്ച്മാൻ കണ്ടു. വാച്ച്മാൻ കണ്ടിട്ട് അങ്ങനെ അതാണ് ഒരു കേസ്. ആ വാച്ച്മാൻ ചീത്ത പറഞ്ഞു. ഇപ്പൊ ആരാണേലും പറയില്ല ഇത് കാരണം കുട്ടികളാണത്. അപ്പം വഴക്ക് പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ കേസ് വന്നു. പക്ഷെ അതിന് ഏറ്റവും അവസാനം ഈ കുട്ടി സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഈ കുട്ടി പറഞ്ഞു ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, അവൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തെന്നുള്ളത്. ഇങ്ങനെ എത്ര കേസുകള്. അദ്ദേഹം ഒരു 90 ദിവസത്തിന് മേളില് ജയിലിൽ കിടന്നു. അദ്ദേഹം ജയിലിൽ പോയ ദിവസങ്ങളില് ആ സമയത്തെ കണക്ക് അല്ലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടം, ജോലി പോയ കാര്യങ്ങള്, ഇത് എല്ലാവരും ഐസൊലേറ്റ് ചെയ്യുവാണ്. അതൊന്നും പ്രായമായിട്ടുള്ള മനുഷ്യൻ കൂടി തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇനിയും വേറൊരു ഇതുണ്ട്. കൺസെന്റോട് കൂടിയിട്ട് ഇത് സെക്ഷൽ റിലേഷൻഷിപ്പില് ഏർപ്പെടുന്ന ഒരു പ്രായം 18 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു അറൗണ്ട് ആയിട്ടുള്ള യുവാക്കള് അവര് പിന്നീട് അവളുടെ പാരന്റ്സ് പറയാ അല്ലെങ്കിൽ അവർക്ക് എവിടുന്ന ഒരു ഫോഴ്സ് കിട്ടിയിട്ട് അവനെതിരെ പോകാൻ പറ്റും. പോക്സോ കേസ് എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്തൊരു മാറ്റർ വന്നതാണ്. അത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ തമ്മിൽ മ്യൂച്വൽ കൺസെന്റിലാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തത്. അവൻ തെറ്റുകാരൻ. അവനോട് ഞാൻ പറഞ്ഞു കുട്ടിക്ക് പ്രായമായിട്ടില്ല. അല്ല മാഡം, കുട്ടിക്ക് പ്രായമായതാണെന്ന് എന്നോട് പറഞ്ഞു. മീൻസ് അത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമുക്ക് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഹൈക്കോടതിയിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ളത് നോക്കുന്നുണ്ട്, അതെന്താന്നുള്ളത്. അപ്പം ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പരാതി കൊടുക്കാൻ വേണ്ടി പറ്റും. സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നില്ലാണ്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അത് വിവാഹിതയായ സ്ത്രീ അങ്ങനെ പറയുന്നതുകൊണ്ട് എന്തർത്ഥമാണുള്ളതെന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അല്ലെങ്കിൽ ഒരു വിധി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വിധിനെ തന്നെ ചോദ്യം ചെയ്യുന്ന പോലെയല്ലേ ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഒരു MLA ഉണ്ടായിരുന്നു, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ. പുള്ളിയുടെ പേരിൽ 3 ഇങ്ങനത്തെ ഒരു കേസാണ് വന്നേക്കണത്. അതും 2 എണ്ണം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത്. ഈ നിലവിൽ ഇവര് വിവാഹിതയാണ്. അപ്പൊ ആ കേസിൽ എന്ത് വാലിഡിറ്റി ആണ് ഉള്ളത്? ഒരു വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ നിയമപ്രകാരം അവർക്ക് തടസ്സമുണ്ട്. പക്ഷെ അഡൽട്ടറി തടസ്സമുണ്ടെന്ന് പറഞ്ഞാല് ഇപ്പം ഉള്ള BNS നിയമത്തില് പറയുന്നുണ്ട്, അതിന്റെ സെക്ഷൻ ഞാൻ കൃത്യം ഓർക്കുന്നില്ല, അതിൽ പറയുന്നുണ്ട് ഒരു വിവാഹിതയായിട്ടുള്ള സ്ത്രീയെ വേറൊരു ബന്ധത്തിൽ പോകുവാണെങ്കിൽ അവനെതിരെ ഈ ഭർത്താവിന് ആക്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിപ്പോ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിന് ആൻസർ പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഒരു സ്ത്രീ അതിൽ അനുഭവിക്കുന്നത് എന്താന്നുള്ള, ആ ഒരു വിവാഹ ജീവിതത്തിൽ സംതൃപ്തരാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇപ്പൊ പറഞ്ഞ മാറ്ററിൽ പ്രോമിസ് ടു മാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹിതയായ സ്ത്രീക്ക് പ്രോമിസ് ടു മാരി കൊടുക്കാൻ വേണ്ടി പറ്റില്ല അൺലെസ് അവള് ക്രിസ്ത്യനോ ഹിന്ദുവോ മറ്റ് ഏതെങ്കിലും മുസ്ലിം ഒഴികെ മറ്റേത് വിഭാഗക്കാരിയാണെങ്കിൽ അവർക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു വിവാഹിതയായിട്ടിരിക്കുമ്പോൾ അവര് ജുഡീഷ്യൽ സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഏതൊരു ബന്ധത്തിലും നമ്മൾക്ക് പോകാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ അഡൽട്ടറി എടുത്ത് മാറ്റിക്കഴിഞ്ഞു. അതിപ്പം നിലവിൽ സ്ട്രൈക്ക് ഓഫ് ചെയ്തു. കാരണം
അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓരോരുത്തരുടെയും സാഹചര്യം ഓരോന്ന് പോലെയാണ്, ഡിഫറെന്റ് ആണ്, എല്ലാവർക്കും ഒരേപോലെയല്ല. പക്ഷെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ പറ്റും ഒരു വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ. പക്ഷെ അത് ഈ പ്രോമിസ്ഡ് മാരി എന്ന് പറഞ്ഞാൽ അതിൽ കൊടുക്കാൻ പറ്റത്തില്ല, അതിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരാതി തന്നെ ഒരു ഫേക്ക് അലിഗേഷൻ ആയിട്ടുള്ള തന്നെ രീതിയിൽ മുദ്രകുത്തപ്പെടുകയല്ലേ. അതെ, ആ ഒരു മാറ്ററിലാണല്ലോ നമ്മുടെ രാഹുൽ ഈശ്വറിനെയും കുടുങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിന്റെ മാറ്റർ റണ്ണിങ് ആണ്, പൊക്കോണ്ടിരിക്കുവാണ്. അപ്പം ആ ഒരു ഇതില് പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന നിയമ നടപടികൾ അല്ലെങ്കിൽ അറസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്നും കൃത്യമായിട്ടുള്ള അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി, ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഗൈഡ് ലൈൻസ് വെച്ചിട്ട്, അതായത് DK ബസുവിന്റെ ആ ജഡ്ജ്മെന്റിലുള്ള ഗൈഡ് ലൈൻസ് വെച്ചിട്ടല്ല പോലീസുകാർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളുടെ അടുത്ത് ഒരു പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഓർഗനൈസേഷൻ, അവര് ഇതിനെതിരെ മൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതിൽ വന്നിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ പോകണം എന്നുള്ള ഇതില്. അപ്പൊ വ്യക്തമായിട്ട് അതിലാണോ പോലീസ് ഇപ്പൊ? പക്ഷെ എന്താന്ന് വെച്ചാൽ ചില സാഹചര്യത്തില് മീഡിയയുടെ ഒരു ഹൈപ്പ് കാരണം പോലീസുകാർക്ക് ആക്ഷൻ എടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ അവരെ പ്രഷറൈസ് ചെയ്യുവാണ് മീഡിയ അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അവർക്കൊന്നും പരാതി എടുക്കണം, പരാതി എടുക്കാൻ വേണ്ടിട്ട് അല്ലെ ഒരു കൂട്ടം ജനങ്ങളുടെ അപ്രോറാണ് മീഡിയ. അപ്പം അങ്ങനെ ഒരു കാര്യം വരുമ്പം അത് പോലീസുകാർക്ക് അവരെ പിടിച്ചു നിർത്താന്നുള്ളതില് റെസ്ട്രിക്ട് ചെയ്യുക. അവര് പോലീസുകാർ റെസ്ട്രിക്ട് ചെയ്യുന്നതിനെയാണ്, ഒരാളുടെ മൂവ്മെന്റ്സിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതിനെയാണ് അറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് അത്രേ ഉള്ളൂ.